എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? രാവിലെ കുറെ പ്ലാനൊക്കെ ആയിട്ട് എണീറ്റ് കേട്ടോ, പക്ഷെ ഒന്നും നടന്നില്ല. ഞായറാഴ്ചത്തെ വീഡിയോ കേട്ടോ. ഞായറാഴ്ച എണീറ്റപ്പോഴത്തേക്ക് ലേറ്റ് ആയി പോയി. പിന്നെ എന്ത് ചെയ്യാനോ, കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് അവിടെ പോണം ഇവിടെ പോണം എന്നൊക്കെ, പക്ഷെ ഒന്നും നടന്നില്ല. എണീറ്റപ്പോ ലേറ്റ് ആയിപ്പോഴത്തേക്ക് പിന്നെ ആ ഒരു ക്ഷീണമായി പോയി. പിന്നെ ഇങ്ങനെ താങ്ങിയും തൂങ്ങി നിന്ന് പിന്നെ ഓടിപ്പടച്ച് കാപ്പി ഉണ്ടാക്കൽ ബഹളമായിരുന്നു. രാവിലെ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഒരുങ്ങിയതാട്ടോ. ഇടിയപ്പത്തിന്റെ മാവ് കുറച്ച് ലൂസ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ആരുടെ സഹായമില്ലാതെ എനിക്ക് തന്നെ അത് പീച്ചെടുക്കാൻ പറ്റി. അങ്ങനെ ആ ഒരു അഹങ്കാരത്തിൽ ഞാൻ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുകയാണ്. പിന്നെ ഇടിയപ്പത്തിന് വേണ്ടുന്ന ഉള്ളിക്കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യരില്ലല്ലേ? പക്ഷെ നമ്മൾ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ഇരുന്നിട്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ളതിന് ബെസ്റ്റ് ഉദാഹരണമാണ് ഞാൻ. കാരണം ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം എനിക്ക് ഒരുപാടുണ്ടായിരുന്നു. ആ ഒരു പകുതി ലക്ഷ്യത്തോളം എത്തിയതിന് ഞാൻ നന്നായി കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് വിഷമങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്. എനിക്കറിയാവുന്ന ഒരുപാട് പേരും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ച് അവസാനം ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. പക്ഷേ അതിലുപരി ചെറിയ ആൾക്കാരുണ്ട്, എനിക്ക് രക്ഷപ്പെടണം, പക്ഷെ എനിക്ക് കഷ്ടപ്പെടാൻ കഴിയില്ല. എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഇരിപ്പിൽ അങ്ങ് രക്ഷപ്പെടണം, അതിന് ലോട്ടറി അടിക്കാൻ തന്നെ വേണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മിറക്കിൾ സംഭവിക്കണം. അങ്ങനൊന്നും ആരും രക്ഷപ്പെടത്തില്ല. നമ്മൾ രക്ഷപ്പെടണം അല്ലെങ്കിൽ നമ്മളൊരു ലക്ഷ്യത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, എപ്പോഴായാലും ലൈഫിൽ നല്ലൊരു പ്ലാൻ വേണം. നമ്മൾ ഇത്ര പ്രായത്തിൽ അല്ലെങ്കിൽ ഇത്ര വർഷത്തിനുള്ളിൽ ഇന്നത് ചെയ്ത് തീർക്കണം അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം എന്നൊരു ലക്ഷ്യത്തോടെ നമ്മൾ ജീവിച്ചു നോക്കിയേ, നമ്മൾ സുഖമായിട്ട് രക്ഷപ്പെടും. അത് ഏതൊരു മനുഷ്യന്റെയും കാര്യത്തിലുള്ളതാ. പക്ഷെ നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആയിരിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും. ഒരിക്കലും എത്താതിരിക്കത്തില്ല. കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ 2 കുഞ്ഞുങ്ങളെയും 8 മാസം വരെ ഞാൻ നോക്കിയിട്ടുള്ളൂ. എൻ്റെ മോനെ ആയാലും മോളെ ആയാലും ബാക്കിയെല്ലാം നോക്കിയത് എൻ്റെ അമ്മയാണ് കേട്ടോ. ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് 8 മാസമായപ്പം എൻ്റെ മോനെ ഞാൻ അമ്മയുടെ ആക്കിയിട്ടാണ് പോകുന്നത്. അമ്മ അവനെ അങ്കൻവാടിയിലൊക്കെ കൊണ്ട് നടന്നൊക്കെ വളർത്തി. പിന്നെ ഞാൻ എൻ്റെ മോളെയും അതുപോലെ തന്നെ ആയിരുന്നു. മോളെ പക്ഷെ ഞാൻ 8 മാസം തൊട്ട് 1.5 വയസ്സ് വരെ ഒരു ഡേ കെയറിലായിരുന്നു കേട്ടോ ആക്കിയത്. ആ ഡേ കെയറിലെ ആന്റി അങ്കിളും ഭയങ്കര സഹായമായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ മോളെ 8 മാസം കൊണ്ടാക്കുന്ന സമയത്ത് അവൾ കുറുക്കൊക്കെ കുടിക്കാൻ തുടങ്ങുന്ന സമയമായിരുന്നു. കാരണം മുലകുടി മാറാത്ത ആ കുഞ്ഞിനെ അവിടെ കൊണ്ടാക്കിയിട്ട് പോകുന്നതിന് എന്നെ പറയാത്ത ആൾക്കാരില്ലായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ എന്നെ കുറ്റം പറയായിരുന്നു. ഞാനന്ന് ചെട്ടനാടി വർക്ക് ചെയ്യുക, എനിക്ക് തിരിച്ച് റിജോയിൻ ചെയ്യേണ്ട സമയമായി. പക്ഷെ കുഞ്ഞിനെ നോക്കാൻ ആളില്ല. അവസാനം ഞാൻ ശ്യാമയെടുത്ത് ഇങ്ങനെ സങ്കടം പറഞ്ഞു. ഒരുപാട് പേരെടുത്ത് ഞാൻ ചോദിച്ചു, എന്റെ കുഞ്ഞിനെ ഒന്ന് നോക്കാവോ എന്ന്. കാരണം ആ സമയത്ത് അമ്മയ്ക്ക് ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഏൽപ്പിച്ചിട്ട് പോകാൻ വരാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു, എന്റെ മോളെ ഒന്ന് നോക്കാൻ പറ്റുമോ എന്ന്. ഇന്ന് വിജില ടീച്ചർ വിളിച്ചു എന്നെ രാവിലെ കേട്ടോ. കുഞ്ഞ് ടീച്ചർ ഇപ്പോൾ പ്രഗ്നന്റ് ആയിരുന്നു, ഡെലിവറി കഴിഞ്ഞ്. ടീച്ചർ അവിടെ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുക കേട്ടോ. ഞാൻ അവസാനം വർക്ക് ചെയ്തത് IT ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. അപ്പൊ ടീച്ചർ വിളിച്ചപ്പോൾ ടീച്ചർ പറയുന്നു, ഞങ്ങളുടെ കൂടെ തന്നെ വർക്ക് ചെയ്ത ജൂഡത്തിന് വേണ്ടിയിട്ട് വിളിച്ചതാ, ജൂഡത്തിന്റെ നമ്പറിന് വേണ്ടിയിട്ട് വിളിച്ചതാണ്. അപ്പൊ ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞതാ, ഇന്ന് കുഞ്ഞിനെ നോക്കുന്ന അമ്മയ്ക്ക് സുഖമില്ല, കണ്ണ് ഓപ്പറേഷൻ, അപ്പൊ കുഞ്ഞിനെ ഒന്ന് അവളടുത്തോട്ട് കൊണ്ടാക്കിയിട്ട് പോകുമെന്ന് ചോദിക്കാനായിരുന്നു. അപ്പോഴട്ടെ ഞാനും കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തത്. ഞാനും ആ സമയത്തൊക്കെ ഒരുപാട് പേരെടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, എന്റെ കുഞ്ഞിനെ ഒന്ന് നോക്കാൻ പറ്റുമെന്ന്. പക്ഷെ ഒരുമാതിരി ആരും ശ്രമിച്ചില്ല. പിന്നെ ഒരു ചേച്ചി നോക്കാന്ന് പറഞ്ഞു. പക്ഷെ മോൾ അത് ഭയങ്കരമായിട്ട് കരച്ചിൽ കാരണം ആ ചേച്ചി പേടിച്ചു പോയി. അപ്പൊ പറഞ്ഞു പറ്റില്ല എന്ന്. അവസാനമാണ് ഞാൻ ശ്യാമയോട് പറഞ്ഞപ്പോൾ ശ്യാമ ഇങ്ങനെ വീട്ടിന്റെ അടുത്തൊരു ഡേ കെയർ ഉണ്ടെന്നും അവളും സിനോയണ്ണനും കൂടെ അവിടെ പോയി തിരക്കി എല്ലാം പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഗൗരീനെ അവിടെ കൊണ്ടാക്കുന്നത്. 8 മാസത്തിൽ ഞാൻ അവളെ അവിടെ കൊണ്ടാക്കുന്ന സമയത്ത് അവൾ ഭയങ്കരമായ കരച്ചിലായിരുന്നു. പലപ്പോഴും എനിക്ക് ആ കരച്ചിൽ താങ്ങാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ ചെല്ലുന്ന സമയത്തൊക്കെ അവൾ ഒരു വിരലിലൊക്കെ തൂണിൽ പൊങ്ങി നിന്ന് എന്നെ നോക്കി കരയുന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ നെഞ്ചു പൊട്ടുന്ന വേദന എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ജോലിക്ക് പോവണ്ട, വീട്ടിൽ തന്നെ ഇരിക്കാം, കുഞ്ഞിനെ നോക്കാന്ന്. പക്ഷെ നമ്മുടെ സാമ്പത്തികം നമ്മളെ അനുവദിക്കത്തില്ല. നമുക്ക് ജോലിക്ക് പോയാലേ ജീവിക്കാൻ പറ്റൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അന്ന് എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണം, സ്വന്തമായ ഒരു ബിസിനസ് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേയൊക്കെ ബുദ്ധിമുട്ടേണ്ടി വരും എന്ന്. പക്ഷെ എന്നാലും ആ കുഞ്ഞിന്റെ കരച്ചിൽ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും വേണ്ടാന്ന് തോന്നി. പക്ഷെ ഞാൻ ആ ഡേ കെയറിൽ കൊണ്ടാക്കിയപ്പോൾ ആ ഡേ കെയറിൽ ഒരു ആന്റി ഉണ്ടായിരുന്നു. ആന്റി എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത് കേട്ടോ. ആ ആന്റി അങ്കിളും കൂടെ നടത്തിക്കൊണ്ടിരുന്ന ഡേ കെയർ ആയിരുന്നു. ഒത്തിരി സപ്പോർട്ട് ചെയ്ത് എന്നോട് പറഞ്ഞു, ഇതൊക്കെ ജീവിതത്തിലുള്ളതാ, എത്രയോ കുഞ്ഞുങ്ങൾ അവിടെ 4 മാസം തൊട്ടുള്ള കുഞ്ഞുങ്ങളെ അന്ന് നോക്കുമായിരുന്നു. 4 മാസം തൊട്ടുള്ള കുഞ്ഞുങ്ങളെ ഇവിടെ നോക്കിയിട്ടുണ്ട്. അതൊക്കെ കരച്ചിലും ഒക്കെ കാണും. കുറച്ചാകുമ്പോൾ നമ്മൾ അതുമായിട്ടങ്ങ് അഡ്ജസ്റ്റ് ആവും. അങ്ങനെ ഇങ്ങനെ ആ ആന്റിയുടെ ഒറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ അന്ന് ആ ഡേ കെയറിലാക്കിയിട്ട് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയത്.
ജോലിക്ക് പോയിരിക്കുന്ന സമയത്തൊക്കെ സത്യമായിട്ട് ഞാനന്ന് നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡിങ് ഉള്ള സമയം ഭയങ്കരമായിട്ട് എൻ്റെ ബ്രസ്റ്റിൽ നിന്ന് പാല് പോവുകയും ബ്രസ്റ്റ് വേദന എടുക്കുകയും ബാത്റൂമിൽ പോയി ഞാൻ പിഴിഞ്ഞ് കളയുന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് വായിട്ട് കരഞ്ഞിട്ടുണ്ട് ബാത്റൂമിൽ നിന്ന്. അത്രമാത്രം സങ്കടമുണ്ട്. എന്നെ പോലെ സഹിക്കുന്ന സങ്കടപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കൾ കാണും. പക്ഷെ എന്നാലും എനിക്കത് ഭയങ്കരമായിട്ട് ചില സമയത്തൊക്കെ ഞാൻ വല്ലാത്തൊരു ഡിപ്രഷനിലോട്ട് പോയിട്ടുണ്ട്. പിന്നീട് അവിടുന്ന് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് തിരിച്ചു വരാനുള്ളൊരു വെപ്രാളം പിടിച്ചൊരു പോക്കുണ്ടായിരുന്നു എനിക്ക്. അതൊക്കെ ഇപ്പൊ ഓർക്കുമ്പോൾ എന്തായിരുന്നു ആ ജീവിതമെന്ന് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വരും. ഇന്ന് വിജില ടീച്ചർ വിളിച്ചപ്പോഴാണ് കേട്ടോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഓർക്കുന്നത്. അന്ന് ഞാൻ ഓഫീസിൽ ചെന്നിരുന്ന് ഇങ്ങനെ ഇവരുടെ അടുത്ത് സങ്കടമൊക്കെ പറയുമ്പോ മാറി മാറി എന്നെ സങ്കടം ആശ്വസിപ്പിക്കാനായിട്ട് വരുന്നവരൊക്കെ ആയിരുന്നു ഇവരൊക്കെ. അപ്പൊ എന്താ പറയാ, അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ ജീവിതം. കുഞ്ഞിനെയൊക്കെ എടുത്തുകൊണ്ട് ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് 2 വീലറിലായിരുന്നു കേട്ടോ. എനിക്ക് കുഞ്ഞിനെ കൊണ്ടുവരാൻ ആളില്ല, എന്റെ കൂടെ കൊണ്ടുപോകാൻ. എനിക്ക് 2 വീലർ ഉണ്ട്, പക്ഷെ എന്റെ 2 വീലറിൽ എന്നെ എങ്ങനെ കുഞ്ഞിനെ കൊണ്ടുപോകും എന്നോർത്ത് ഞാൻ സങ്കടപ്പെട്ടിരുന്നപ്പോഴാണ് എന്റെ കൂട്ടുകാരിയായിരുന്നു വീണ, ഇന്നെന്റെ നാത്തൂനാണ്. അപ്പൊ ആ കൂട്ടുകാരി അവളെന്നെ എന്നോട് പറഞ്ഞത്, എടി ഇതേണക്ക് അവിടെ പോസ്റ്റ്യൂമാണ് ഒരു കുട്ടി വരുന്നുണ്ട്, ആ കുട്ടി ഇതേണക്ക് ഒരു കങ്കാരു ബെൽറ്റ് പോലൊരു സംഭവത്തിനകത്ത് കുഞ്ഞിനെ ഇട്ടോണ്ടാ വരുന്നത്, നീ അതൊന്ന് ചോദിക്കാന്നും പറഞ്ഞ അവള് തന്നെയാണ് ആ കൊച്ചിന്റെ അടുത്ത് എവിടുന്നാണ് ആ ബാഗ് മേടിച്ചത് എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഞങ്ങൾ മാടനടയിൽ പോയി ആ സമാധാനം മേടിച്ച് അതിനകത്ത് ഞാൻ എൻ്റെ മോളെ ഇരുത്തി സ്കൂട്ടറിൽ ആദ്യമായിട്ട് ഞാൻ ഇവിടെയൊക്കെ കൊണ്ടു നടന്ന് പക്ഷെ അവള് കംഫർട്ടായിരുന്നു അതിനകത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞാൻ അവളെ ആ കങ്കാരു ബെൽറ്റിനകത്ത് ഇരുത്തി ഞാൻ അവളെയും കൊണ്ട് രാവിലെ പോകും. 8 മണിയാകുമ്പോൾ ഞാൻ ഡേ കെയർ 8:30 കൊണ്ടാക്കും. 8:45 എനിക്ക് ഓഫീസിൽ കയറണം. ആ 8 മണിയാകുമ്പോൾ ഞാൻ ഈ 8 മാസമുള്ള കുഞ്ഞിനെ കുളിപ്പിച്ച് ഒരുക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടായിരുന്നു ഞാൻ ഓഫീസിൽ എത്തുന്നത്. 8:45 ഞാൻ ഓഫീസിൽ എത്തണം. 8 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി ഏറ്റടവും എല്ലാം കഴിഞ്ഞ് ഞാൻ അവളെ കൊണ്ടുവന്ന് ഡേ കെയറിലാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. ആ കുഞ്ഞിന് വേണ്ടുന്ന കുറുക്കായാലും എല്ലാം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കണം. അവർക്ക് കുളിപ്പിച്ച് വൃത്തിയാക്കി അവരുടെ ഒരു സിസ്റ്റം ഉണ്ട്, ആ എല്ലാം ഫോളോ ചെയ്ത് വേണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ. അങ്ങനെ ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നെക്കാളും കഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകളും ഈ ലോകത്തുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ കഷ്ടപ്പാടൊന്നും ഒന്നും ആയിരുന്നില്ല, ഒന്നും അല്ല എന്ന്. ആ ഒരു ആശ്വാസത്തിലായിരുന്നു നമ്മളൊക്കെ ജീവിക്കുന്നത്. നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മളെക്കാളും സങ്കടമുള്ള മറ്റു പലരെയും നോക്കുകയാണെങ്കിൽ നമ്മുടെ സങ്കടമൊന്നും ഒന്നും അല്ല ഉണ്ടാവും. അതൊരു യാഥാർത്ഥ്യം. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ ഒന്നും സങ്കടമൊന്നും ഇതൊന്നും അല്ല എന്ന്. ആ സമയത്തൊക്കെ നമ്മൾ ജീവിക്കാൻ വേണ്ടി ഒരുപാട് നെട്ടോട്ട് ഓടുന്ന സമയമായിരുന്നു കേട്ടോ. ഒരു നല്ല വസ്ത്രങ്ങളൊക്കെ ആൾക്കാർ ഇട്ടുകൊണ്ട് പോകുന്ന സമയത്ത് ശരിക്കും നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും ഇടുമോന്ന്. പക്ഷെ അന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കും ഇത് ഞാൻ ഇടും, ഇത് ഞാൻ നേടും, ഇത് ഞാൻ ചെയ്യും. അങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്ത് കാര്യം കണ്ടാലും എന്തെങ്കിലും ആവണം എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും. ഇങ്ങനെ ഞാനും പോകും, ഇങ്ങനെ ഞാനും വരും. ഇതൊക്കെയായിരുന്നു അന്ന് എൻ്റെ മനസ്സിൽ. പക്ഷെ അതിലൊരു പകുതിയോളം എനിക്ക് സാധിക്കാൻ പറ്റിയിട്ടുണ്ട് ദൈവം സഹായിച്ച് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. കാരണം ഞാൻ എൻ്റെ കഷ്ടപ്പാട് ഒരിക്കലും നിസാരമായിട്ട് കണ്ടിട്ടില്ല. എൻ്റെ കഷ്ടപ്പാട് എന്നും എനിക്ക് നല്ലതേ വരുത്തിയിട്ടുള്ളൂ. നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ എന്ന് പറ്റുന്നുണ്ടെങ്കിൽ അത് ഞാൻ അന്ന് കഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും നന്നായി അധ്വാനിച്ചത് കൊണ്ടും ഞങ്ങൾ സേവ് ചെയ്യാൻ പഠിച്ചത് കൊണ്ടും മാത്രമാണ് ഞങ്ങൾക്ക് ഇന്നും ഒരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് പോകാൻ ദൈവം ഒരു അവസരം തന്നത് എന്ന് വിശ്വസിക്കുന്നു. നാളെ എന്താകുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇന്ന് ഞാൻ ഒരു നല്ല രീതിയിലോ അല്ലെങ്കിൽ ഒരു പകുതി നല്ല രീതിയിലോ ജീവിക്കാൻ എനിക്ക് ദൈവം സഹായിച്ച് സാധിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും നല്ല രീതിയിലുള്ള കഷ്ടപ്പാട് അതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്, നല്ലൊരു ജീവിതം, നല്ലൊരു വീട് എന്നൊക്കെ. പക്ഷെ അതിലോട്ടൊക്കെ നമ്മൾ എത്തുന്നതിന് നമ്മൾ ഒരുപാട് അധ്വാനിക്കേണ്ടി വരും, ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും, പലതും നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നമുക്ക് ഇരിക്കുന്ന ഇരിപ്പിലൊന്നും ഒരിക്കലും ഒന്നും നേടാൻ പറ്റില്ല. നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് എവിടെങ്കിലും എത്തിപ്പെടാൻ പറ്റൂ. ഇന്ന് ഞാൻ ഉണ്ടാക്കിയതൊരു ബീഫ് കറി ആയിരുന്നു കേട്ടോ. ബീഫ് കറി ഉണ്ടാക്കാൻ നേരം ഒരുങ്ങിയപ്പോൾ ഞാൻ ബീഫ് മേടിക്കാൻ പറഞ്ഞിട്ട് ആള് ഒരു ദിവസത്തേക്ക് മീൻ മേടിക്കാൻ പറഞ്ഞപ്പോൾ 3-4 ദിവസത്തേക്കുള്ള മീൻ മേടിച്ചുകൊണ്ട് വന്നു. എനിക്കത് നിന്ന് കണ്ടിക്കാൻ വയ്യെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ടിച്ചു തരാം എന്നും പറഞ്ഞ് കയറിയതാട്ടോ. ഞാൻ അങ്ങ് കണ്ടിപ്പിച്ചെടുത്തു. കാരണം എനിക്ക് കുറെ സമയം അത്രയും കൂടെ നിന്ന് കണ്ടിക്കാൻ വയ്യ. ഇന്ന് ബീഫ് കറി ഉണ്ടാക്കിയതിലോട്ട് ഞാൻ ബീഫൊക്കെ തട്ടിയിടുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ബീഫ് കറി ഉണ്ടാക്കിയ സമയത്ത് ഞാൻ കുറച്ച് ഉലുവാപ്പൊടി ഇട്ട്. ഞാൻ എൻ്റെ വീഡിയോ എപ്പോഴും കാണുന്ന ഒരാളുണ്ട്, അഗ്രിമ ചേച്ചി കേട്ടോ, എൻ്റെ വല്യവിളയിലുള്ള, ഞങ്ങൾ കുട്ടിക്കാലം തൊട്ടേ കൂട്ടുകാരാ.
അപ്പൊ ചേച്ചി എന്റെ വീഡിയോ കണ്ടപ്പോൾ ഒരിക്കൽ ബീഫ് കറി ഉണ്ടാക്കിയപ്പോൾ എന്നോട് പറഞ്ഞു, ചിന്നു അതിനകത്തൊരു ശകല ഉലുവാപ്പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടി ഇട്ടു കേട്ടോ. ഇന്നാണ് ഞാൻ ആദ്യമായിട്ടൊരു ഉലുവാപ്പൊടി ശകലം ഇടുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ബീഫ് കറി വലിയ മുളക് പൊടിയൊന്നും ചേർക്കാതെ കുറച്ച് കുരുമുളകൊക്കെ പൊടിയൊക്കെ ചേർത്ത് കുറച്ച് പച്ചമുളകും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഒത്തിരി അങ്ങ് മുളക് പൊടി വാരി അങ്ങ് ഇട്ടാതെ ഒരു ലൈറ്റ് കളറിൽ ഉണ്ടാക്കി എടുത്തതാണ്. ഒത്തിരി എരിയും കാര്യങ്ങളൊന്നും ഇടാതെ ഉണ്ടാക്കിയെടുത്താണ്. അതിനകത്തോട്ട് കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ടേട്ടാ. മല്ലിയില കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, നാളെ ഒരു ആവശ്യത്തിന് വേണ്ടി മേടിച്ച് വെച്ചിരിക്കുന്നതാണ്. ആ വീഡിയോ ഞാൻ നാളെ ഇടാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് മേടിച്ച് ഇന്ന് ബീഫും ചീനിയുമാണ് കേട്ടോ വെച്ചത്. ഈ ബീഫ് വലിയ പാത്രത്തിൽ വെക്കുമ്പോൾ ഒരുപാടുണ്ടെന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ഇതിൽ കുറച്ചൊരു ചെറിയ പാത്രമില്ല. ഇനി എന്തെങ്കിലും പോകുമ്പോ മേടിക്കണം. അപ്പൊ ഇന്നത്തെ ബീഫ് കറിക്കുള്ളവോ അപ്പൊ അത്രയേ ഉള്ളൂ.